പോയ അഡ്വഞ്ചർ പാർക്ക്. അത് നമ്മുടെ ഇവിടുത്തെ സ്റ്റേയിങ് ജസ്റ്റിന് ആ ബോട്ടിങ്ങും കയാക്കിങ്ങും പാക്കേജിൽ തന്നെ ഇൻക്ലൂഡിംഗ് ആണ്. അത് കുറേ അധികം ആക്ടിവിറ്റീസ് ഉണ്ട്. അത് അവിടെ സ്റ്റേ ചെയ്ത് ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ രാമക്കല്ലൊക്കെ കണ്ടിറങ്ങിയപ്പോൾ നല്ലോണം നേരം വൈകി. ഇനി നമ്മൾ നേരെ വാഗമൺ ഹൈറ്റ്സ് റിസോർട്ടിലൂടെ കേട്ടോ പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് വേണം നമുക്ക് ലഞ്ച് കഴിക്കാൻ. ലഞ്ച് ടൈമൊക്കെ കഴിഞ്ഞു. ഇനി ഗസ്റ്റ് എല്ലാം വന്നു കഴിഞ്ഞു എന്നാണ് പറഞ്ഞ് നമ്മളാണ് കേട്ടോ ലാസ്റ്റ് ചെല്ലണത്. അപ്പോൾ അവിടെ ചെന്നിട്ട് വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ ഇതിന് മുമ്പ് നിങ്ങൾ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണേ. അപ്പോൾ ഇതാ നമ്മൾ ഹൈറ്റ്സിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് 1 കിലോമീറ്ററോളം ഉള്ളിലേക്ക് ഓഫ് റോഡ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കാറ് പോവില്ല. അപ്പോൾ അവരുടെ ജീപ്പ് വരും. അപ്പോൾ അതിലാട്ടോ നമ്മൾ പോകുന്നത്. നേരെ നമ്മൾ റിസപ്ഷനിൽ ചെല്ലണം. ലഞ്ച് ടൈം കഴിഞ്ഞു. നമ്മൾ നല്ലോണം വൈകി കേട്ടോ. ഓഫ് റോഡൊക്കെ അടിപൊളിയായിരുന്നു. നല്ല കിടിലൻ ഓഫ് റോഡ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ റിസപ്ഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മളവിടെ ചെന്നപ്പോൾ തന്നെ നമുക്ക് സംഭാരമാണ് തന്നത്. ഇവർ സംഭാരം കുടിച്ച് താമസിക്കാതെ തന്നെ നമുക്ക് ചോറ് അവിടെ അവർ സെർവ് ചെയ്തിരുന്നു. നിങ്ങളെല്ലാവരും വാഗമണിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു റിസോർട്ടിൻ്റെ കാര്യം നിങ്ങൾ ആരും മറക്കണ്ട കേട്ടോ. ഒരു അടിപൊളി റിസോർട്ട് തന്നെയായിരുന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ ചെടികളായാലും നല്ല ഗാർഡൻ സെറ്റിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ പിന്നെ വെജിറ്റബിൾ തന്നെ ഇവർക്ക് അത്യാവശ്യം ഇവർക്ക് വേണ്ടത് തന്നെ ഇവർ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ കാണിക്കാം കേട്ടോ നിങ്ങളെ. പിന്നെ റോസുകൾ തന്നെ കുറേ പലതരം റോസുകളൊക്കെ ഉണ്ടായിട്ടോ. ഞങ്ങൾ കണ്ടായിരുന്നു, വീഡിയോ എടുക്കാൻ മറന്നു. കാബേജ്, ക്യാരറ്റ്, അതുപോലെ കുറേ പച്ചക്കറികളൊക്കെ ഇവർക്ക് ഇവിടുന്ന് കിട്ടുമെന്ന് പറഞ്ഞു കേട്ടോ. എല്ലാവരും നമ്മൾ മലയൊക്കെ കയറി ഇറങ്ങിയിട്ട് ഭയങ്കര ക്ഷീണത്തിലാണ് വന്നത്. ഇനി ലഞ്ച് കഴിച്ച് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യണം. അപ്പോൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവാം കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ ലഞ്ചാണെന്ന് വിചാരിച്ചിട്ടാട്ടോ നമ്മൾ നേരെ അവിടെ സെർവ് ചെയ്ത് വെച്ചിരിക്കുക വെച്ചിട്ട് ഞങ്ങൾ ചെന്ന് നോക്കിയപ്പോൾ അവിടെ വെറുതെ ചട്ടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ചെറുതായി ഒന്ന് ചമ്മിപ്പോയി. നമ്മുടെ രാമൻ്റെ എഴുന്നോട്ടം എന്ന ഫിലിമിൽ കുഞ്ചാക്കോ ബോബനൊക്കെ ഷൂട്ട് ചെയ്ത ഒരു ഫോട്ടോസാണ് കേട്ടോ അവിടെ ആ സമയത്ത് വെച്ചിരുന്നു. അപ്പം നമ്മളിവിടെ ലഞ്ച് ടൈം കഴിഞ്ഞത് കൊണ്ടാണ് കേട്ടോ അത് അവിടെ സെർവ് ചെയ്യാത്തത് അവർ. അല്ലെങ്കിൽ അവിടെ തന്നെ അവർ കറക്റ്റായിട്ട് വെച്ചിരിക്കും. അപ്പോൾ ഓരോ ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ വന്നവർ എടുത്ത് കഴിക്കാറ് പതിവ്. ഇതിപ്പോൾ നമ്മൾ ടൈം കഴിഞ്ഞതുകൊണ്ടാണ് അവരിങ്ങനെ സെർവ് ചെയ്യണം കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാതെ വയ്യ, ഇവിടുത്തെ കറികളൊക്കെ നല്ല കിടിലൻ കറികൾ തന്നെയാണ് കേട്ടോ. നല്ല അടിപൊളിയാണ്. ഇവിടെ വെക്കുന്ന ചേട്ടനായിട്ട് നമ്മളിവിടെ സംസാരിച്ചിട്ടുണ്ട്. ഫുഡൊക്കെ റെഡിയാക്കുന്ന ചേട്ടൻ നമ്മളോട് ഇതിൻ്റെ റെസിപ്പിയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്ക്. പിന്നെന്താ, കേബേജ് തോരൻ, അച്ചിങ്ങ തേങ്ങ കൊത്തിട്ടത്, സാമ്പാർ, പിന്നെ മീൻകറി, മോരുകറി, പപ്പടം. ഒരു രക്ഷയുണ്ടായിരുന്നില്ല, കിടിലനായിരുന്നു കേട്ടോ, അടിപൊളി. അച്ചാർ, അങ്ങനെയുള്ള എല്ലാ വിഭവങ്ങളും ഒന്നിനൊന്നും വെച്ചായിരുന്നു. അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ സൂപ്പറായിരുന്നു. അങ്ങനെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ കേട്ടോ. ഇത് 2-3 ഫിലിമിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പപ്പുവിന് വയ്യ. പപ്പിക്കുട്ടിയാണ്. ഇപ്പോൾ ഇവിടെ വരുന്ന ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ അവരുടെ കൂടെയൊക്കെ ഇങ്ങനെ ജീപ്പിലൊക്കെ കയറി ഇങ്ങനെ ഓഫ് റോഡൊക്കെ പോകുമെന്ന് പറയുന്നു കേട്ടോ. ട്രക്കിങ്ങൊക്കെ പോവാറുണ്ട്. അവർ പോകുന്നിടത്തൊക്കെ ഇങ്ങനെ പോവും. അപ്പോൾ നമ്മളിനി ഇവിടുന്ന് ജീപ്പിൽ തന്നെ ഉണ്ടോ നമ്മുടെ കോട്ടേജിലോട്ട് പോകുന്നത്. കാടിൻ്റെ ഉള്ളിൻ്റെ ഒരറ്റത്താണ് കേട്ടോ ഈ കോട്ടേജ് ഉള്ളത്. നല്ലൊരു ഭംഗി തന്നെയായിരുന്നു കേട്ടോ. കോട്ടേജ് കാണാനും നല്ല ഭംഗിയാണ്. പക്ഷെ നല്ല തണുപ്പും കാര്യങ്ങളും നല്ലൊരു സൂപ്പർ തന്നെയായിരുന്നു. നല്ല ഭംഗിയാണ് അതിൻ്റെ ഉള്ളിൽ കാണാനായിട്ട്. നമുക്ക് കയറാം കേട്ടോ അകത്തോട്ട്.
നമ്മൾ ഒഴിവുള്ള സമയത്ത് ടെൻഷനും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. അവിടെ ചെന്ന് എത്തിയാൽ അത്രയ്ക്കൊരു നല്ലൊരു അടിപൊളി അന്തരീക്ഷം തന്നെയായിരുന്നു കേട്ടോ. അവർ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന കോഫി കെറ്റിലൊക്കെ ആയിട്ട് എല്ലാം ഒരു സൈഡിലായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബെഡ്റൂം ആയാലും മേളത്തേക്കുള്ള സ്റ്റെയർ ആയാലും നല്ലൊരു ഭംഗിയിലാണ് കേട്ടോ എല്ലാം ചെയ്തിരിക്കുന്നത്. ഈ ഒരു കോട്ടേജിൽ 2 ബെഡ്റൂമും ഒരു ഹോളും ബാൽക്കണിയൊക്കെ ആയിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ ഒരു ദിവസമായാലും 2 ദിവസമായാലും നമുക്ക് എത്ര ദിവസം നിന്ന് കഴിഞ്ഞാലും നമുക്ക് അവിടുന്ന് പോരാൻ തോന്നില്ല. അതാണ് അവിടുത്തെ ഒരു ഇത്. നമുക്ക് നിന്ന് കഴിഞ്ഞാൽ നമ്മളെയും കൊണ്ട് ബഡ്ജറ്റ് താങ്ങൂല. പക്ഷെ നിൽക്കാനും അധികം ദിവസം പറ്റില്ലല്ലോ ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ. കിടന്നത് മാത്രമേ അറിഞ്ഞുള്ളൂ, രാവിലെ ആയതേ അറിഞ്ഞില്ല. അത്രയ്ക്കും സുഖമായി, നല്ല അടിപൊളിയായിരുന്നു. സുഖമായി ഉറങ്ങി എന്ന് പറയാം. ഈ ഒരു വിൻഡോയുടെ സൈഡിൽ ഇരുന്ന് കഴിഞ്ഞാൽ പുറത്തേക്കുള്ള ആ ഒരു വ്യൂ സൂപ്പറാണ് കേട്ടോ. അത് ആ വിൻഡോ തുറന്നു കഴിഞ്ഞാൽ നല്ല കാറ്റും തണുപ്പും ഒക്കെ നല്ലതായിട്ടെടുക്കും. ബാത്റൂം ആയാലും അതേ നല്ല വലിയ ഒരു ബാത്റൂമാണ്. അതിൽ തന്നെ എല്ലാ സെറ്റിങ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. മേളിലേക്കുള്ള ബാൽക്കണിയിലോട്ട് പോകാനുള്ള സ്റ്റെയറാണ് കേട്ടോ. ബാൽക്കണി ചെന്ന് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ദൂരത്തേക്ക് ഭയങ്കരമായിട്ട് നല്ലൊരു വ്യൂ തന്നെയാണ് അവിടെ കാണുന്നത്. നല്ല രസമുണ്ട് അവിടെ നിന്ന് ഫോട്ടോ.
ഇരിക്കണം, എന്നാലേ അത് ബോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവുള്ളൂ. അങ്ങനെ കുറച്ച് നേരം അവൾ അതിൽ ഇരുന്ന് കളിച്ചു കേട്ടോ. അവൾക്ക് പക്ഷെ പറ്റണില്ല, എണീക്കുമ്പോഴും വിടാൻ പോകണത് കൊണ്ട് കൊച്ചി ഇരുന്നിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങണത്. ഞാൻ വീഴുമെന്ന് ഉറപ്പായപ്പോൾ ഞാൻ റിട്ടേൺ തിരിച്ച് പതിയെ ബാക്കിലോട്ട് പോകുന്നു. കണ്ടാ, പേടിയാവും നമുക്ക്, ശരിക്കും പേടിയാവും അതിൽ. മോൾക്ക് പോലും ശരിക്കും പോവാനൊരു പേടിയുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ മോള് പോയില്ല, കുറച്ച് പകുതിയായപ്പോൾ അവളും വീണ്. അവന് മോള് പോകാനായിട്ട് റെഡിയായിട്ട് വരുന്നുണ്ട്. മോളും ഇത് തന്നെ പറഞ്ഞ്, നിങ്ങൾ സംസാരിക്കണതുകൊണ്ട് എനിക്ക് കൺട്രോൾ കിട്ടിയില്ല ഉമ്മി, അതുകൊണ്ടാണ് ഞാൻ വീഴാൻ വേണ്ടി പോയത്. ആരും ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് നടന്നു പോയായിരുന്നു എന്നാണ് മോളും പറഞ്ഞത്. കുറച്ച് ഭാഗം പോയിട്ട് അത് കഴിഞ്ഞപ്പോഴാണ് അവളും വീണത്. അങ്ങനെ മോളും വീണു. പക്ഷെ ഒരു അടിപൊളി രസം തന്നെയായിരുന്നു കേട്ടോ അത്. നമ്മൾ എന്തെങ്കിലും നമ്മൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും നമുക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിലും നമ്മളൊന്ന് ചെയ്തു നോക്കണതാണ് ഏറ്റവും നല്ല ഉത്തമം തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മളെല്ലാത്തിലും ആക്റ്റീവായി നിൽക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എന്താ, നമുക്ക് ചെയ്യാൻ പറ്റില്ല നമ്മളൊരു തോന്നൽ മാത്രമാണ്. നമ്മൾ ചെയ്തു നോക്കണം. നമുക്കത് പറ്റില്ലെന്ന് നമ്മൾ ചെയ്ത് നോക്കിയാലേ നമുക്കറിയുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളൊരു 6 മണിയായപ്പോൾ, 4 മണിക്കൊക്കെയാണ് അവിടെ ചായക്ക് ഉള്ള ടൈം. അപ്പോൾ നമ്മൾ നേരെ ഭക്ഷണം കഴിക്കാൻ നേരം വൈകിയപ്പോൾ നമ്മൾ 6 മണിയൊക്കെ ആയി, 6:30 ആയിട്ടോ ചായ കുടിക്കാനായിട്ട്. കോഫി ചായ ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ കോഫി വേണ്ടവർക്ക് കോഫി പറഞ്ഞു, ചായ വേണ്ടവർക്ക് ചായ. അപ്പോൾ പഴംപൊരിയും ഒക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് പിന്നെ അവിടെ രാത്രി നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് അവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ടായി. അതിലൊക്കെ കുറച്ച് നേരം ഒന്ന് ആടി പിന്നെ റൂമിലേക്ക് പോയി, തിരിച്ച് പോയി
അവരവിടെ വേണമെങ്കിൽ നിന്നോ, ക്യാമ്പ് ഫയർ ഉണ്ട്, അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പോകാമെന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ മേലൊക്കെ കഴുകി ഡ്രസ്സൊക്കെ മാറി വരാമെന്ന് വിചാരിച്ചു. രാവിലെ ഇട്ട് ഡ്രസ്സില്ലേ, അപ്പോൾ ഒന്ന് ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീണ്ടും നമ്മൾ പോയിട്ടോ റൂമിലോട്ട് പോയി. അപ്പോൾ റെഡിയായി കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അവർ പോയിട്ടോ. അപ്പോൾ നമ്മൾ എല്ലാവരും റെഡിയായി കഴിഞ്ഞതിന് ശേഷം അവരെ വിളിച്ചിട്ടുണ്ടായി. അപ്പോൾ അവർ വന്നു. ഇനി നമുക്ക് നേരെ റിസപ്ഷനിൽ ചെല്ലാം. അപ്പോൾ അവിടെയാണ് ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവർ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, വൈകിട്ട് ക്യാമ്പ് ഫയർ ഉണ്ട്, അപ്പോൾ എന്തെങ്കിലും അൽഫാമോ ബിബിക്കോ അങ്ങനെ എന്തെങ്കിലും ഓർഡർ ചെയ്യണോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ നമ്മളത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ലൈവായിട്ട് തന്നെ ഉണ്ടോ അവർ ചെയ്തു തരുന്നത്. നമുക്ക് രാമൻ്റെ ഏതെന്തോട്ടം എന്ന ഫിലിം ഷൂട്ട് ചെയ്തപ്പോൾ തന്നെ തോന്നിയ ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നു ഇവിടെ പോകണം, ഒരു ദിവസമെങ്കിലും അവിടെ സ്റ്റേ ചെയ്യണം എന്നൊക്കെ. പക്ഷെ അതിപ്പോഴാണ് നടന്നത്. നല്ലൊരു അന്തരീക്ഷം തന്നെയായിരുന്നു, നല്ല സൂപ്പറായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ. റിസോർട്ടിൽ ആ ഒരു ദിവസത്തെ താമസം സൂപ്പറായിരുന്നു, കിടലനായിരുന്നു. ഒരു കുഞ്ഞു കൊച്ചുണ്ടായിരുന്നു, അത് നമ്മളായിട്ട് ഭയങ്കര കളിയൊക്കെ ആയിരുന്നു കേട്ടോ. അവർ തൃശ്ശൂർക്കാരാണ്. ഒരു 3 ദിവസമായിരുന്നു പറഞ്ഞു കേട്ടോ വന്നിട്ട്. നല്ലൊരു കുഞ്ഞു വാവായിരുന്നു, നമ്മളായിട്ട് ഭയങ്കര കളിയായിരുന്നു കേട്ടോ കുഞ്ഞു വാവ. ഇപ്പം BBQ ഒക്കെ വന്നു. നല്ല ചൂടോട് കൂടിയിട്ടുള്ള ചിക്കനൊക്കെ നമ്മൾ കഴിക്കാൻ വേണ്ടി പോകും കേട്ടോ. ഒരേ പേരുകളാണ് ചിക്കന്, ഇപ്പം ഇല്ലാത്ത പേരൊന്നുമില്ല. അപ്പം നമ്മൾ ഡിന്നർ കഴിക്കാനായിട്ട് വന്നു കേട്ടോ. ഡിന്നറിന് ചപ്പാത്തി ഉണ്ട്, അതുപോലെ ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു. വേണ്ടവർക്ക് ഇഷ്ടമുള്ളതുപോലെ കഴിക്കാം കേട്ടോ. ചിക്കൻ കറി ഉണ്ടായിരുന്നു, പരിപ്പ് കറി ഉണ്ടായിരുന്നു, പിന്നെന്താ കോളിഫ്ലവറാ, സാലഡ്, ഫ്രൂട്ട് സാലഡ്, അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇഷ്ടമുള്ളതുപോലെ എത്ര വേണമെന്നില്ല നമുക്ക് കഴിക്കാം കേട്ടോ.
അപ്പോൾ ഡിന്നറും ലഞ്ചൊക്കെ നല്ല അടിപൊളി സൂപ്പർ തന്നെയായിരുന്നു കേട്ടോ.